ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 24-ാമത്തെ ശ്ലോകം നോക്കാം. മുക്തഃ കഥഞ്ചിദ്രാക്ഷസ്യ ബാലജ്ഞാബാലകോ ഹ്യസൗ ഹരേരനുഗ്രഹാന്നൂനം അനശ്ചോപരിനാപതത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ഇവിടെ പറയുകയാണ്, മുക്തഃ കഥഞ്ചിദ്രാക്ഷസ്യോ. മുക്തഃ മുക്തനാകുക, മുക്തി അതായത് മോചിപ്പിക്കപ്പെടുക. ഇവിടെ കഥഞ്ചിത് രാക്ഷസ്യ, കഥഞ്ചിത് രാക്ഷസ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നുണ്ട് അവിടെ. കഥഞ്ചിത് എന്ന് പറഞ്ഞാൽ എങ്ങനെയോ മുക്തി നേടിയതാണ്, അല്ലെങ്കിൽ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. ആരുടെ? രാക്ഷസ്യ. ആ രാക്ഷസിയായിട്ടുള്ള പൂതനയുടെ കയ്യിൽ നിന്നും, അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇങ്ങോട്ട് പിന്നീട് എത്ര അസുരന്മാരാണ്, എത്ര പരീക്ഷണങ്ങളാണ് ഭഗവാന് നേരിടേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ രാക്ഷസിയുടെ കയ്യിൽ നിന്നും, പൂതനയുടെ കയ്യിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. ബാലജ്ഞ ബാലകോ ഹ്യസൗ. ബാലജ്ഞ എന്ന് പറഞ്ഞാൽ ബാലന്മാരെ കൊല്ലുന്നവളായിട്ടുള്ള ആ പൂതനയുടെ കയ്യിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. ബാലകോ ഹ്യസൗ. ബാലകഃ ഈ കുട്ടി. ഹി അസൗ. അസൗ എന്ന് പറഞ്ഞാൽ ഈ. ഹി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, അതൊന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ആ അസുര സ്ത്രീയുടെ കയ്യിൽ നിന്നും, കുട്ടികളെ കൊല്ലാനായി നടക്കുന്ന ആ പൂതന എന്ന അസുര സ്ത്രീയുടെ കയ്യിൽ നിന്നും ഈ ഉണ്ണി എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്. ഹരേരനുഗ്രഹാന്നൂനമനശ്ചോപരി നാപതത്. ഹരേ അനുഗ്രഹാത് നൂനം അനഹ ച ഉപരി. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ഹരേ എന്ന് പറഞ്ഞാൽ ഹരിയുടെ, അനുഗ്രഹാത് അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഉണ്ണി ആ അസുരസ്ത്രീയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. നൂനം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, നിശ്ചയമാണ്. കാരണം അനഹ ച ആ വണ്ടിയും, ഉപരി അതായത് അതിൻ്റെ മീതെ, നാപതത് ന അപതതാണ്, നാപതത് വീണില്ലല്ലോ. ആ വണ്ടിയുടെ മുകളിൽ കിടന്ന ഉണ്ണി അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. പൂതന എന്ന അസുര സ്ത്രീയുടെ കയ്യിൽ നിന്നും ഈ ഉണ്ണി കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയാൽ കുട്ടികൾക്കൊരു ദോഷ സമയം കാണുന്നുണ്ട് എന്ന് വേണം കരുതാൻ. എന്നാലോ ആ ഹരിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ, അത് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അസുര സ്ത്രീയുടെ കയ്യിൽ നിന്നും ഈ ഉണ്ണികൾ രണ്ടുപേരും രക്ഷപ്പെട്ടത്. എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. അത് ആ ഹരിയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് എന്നത് ഉറപ്പാണ്. അതിന് ഒന്നുകൂടി ഒന്ന് ഉദാഹരിക്കുകയാണ്. ആ ബാലഘാതകിയായിട്ടുള്ള പൂതനയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് മാത്രമല്ല, പിന്നെയോ ആ വണ്ടിയെ കിടത്തിയിട്ടല്ലേ ആ യശോദാമ്മ ഉള്ളിൽ ജോലികളൊക്കെ തീർക്കുവാനായിട്ട് പോയത്. അപ്പോഴല്ലേ ഈ ഉണ്ണി കിടന്ന വണ്ടിയെല്ലാം തവിട് പൊടിയായി മാറിയത്. ഈ ഉണ്ണി എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആ വണ്ടിയുടെ മുകളിൽ കിടന്നിരുന്ന ഉണ്ണി, അതിലെന്തൊക്കെയോ അത്ഭുതങ്ങളില്ലേ. അപ്പോൾ ഭഗവാനെ ഉറപ്പാണ് അവിടുത്തെ അവിടുത്തെ കാണുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു രക്ഷാ കവചം ആ ശ്രീഹരി ഭഗവാന്റേത് എന്നും ഈ ഉണ്ണികളോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ ഉണ്ണികൾ ഇത്രയും ഘോരമായ രീതിയിൽ ഉണ്ണികളെ കൊല്ലാൻ നോക്കിയപ്പോഴും ഉണ്ണി രക്ഷപ്പെട്ടു വന്നത്, മുക്തനായത്, ഈ അസുരരുടെയൊക്കെ പിടികളിൽ നിന്നും മുക്തരായത് തീർച്ചയായും ആ ശ്രീഹരി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്.
ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. മുക്തഃ കഥഞ്ചിദ് രാക്ഷസ്യ ബാലഹ്ന്യാ ബാലകോ ഹ്യസൗ ഹരേരനുഗ്രഹാന്നൂനം മനശ്ചോപരി നാപതത്. ഇനി ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുക്തഃ അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ കഥഞ്ചിത് രാക്ഷസ്യ അത് കഴിയുന്നതും ചേർത്ത് തന്നെ എടുക്കുക. അതേപോലെ ഹരേരനുഗ്രഹാന്നൂന മനശ്ചോപരി അവിടെ ഹരേഹേ അനുഗ്രഹാത് നൂനം, നൂനം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. ആ ശ്രീഹരി ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഉണ്ണികൾ രക്ഷപ്പെട്ടത്, അത് നിശ്ചയമാണ്. പിന്നെയോ അനശ്ചോപരി, അനഹ ച എന്ന് പറഞ്ഞാൽ ആ വണ്ടിയും ഉപരി മീതെ അതിൻ്റെ പുറത്ത് കിടന്നിരുന്ന ഈ ഉണ്ണിയും രക്ഷപ്പെട്ടതും ഉറപ്പാണ്. ആ ഭഗവാന്റെ ഒരു കൃപ മാത്രമാണ്, ഭഗവാന്റെ ഒരു കാരുണ്യം മാത്രമാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കഥഞ്ചിത് രാക്ഷസ്യ അവിടെ ദ്ര എന്ന് കഴിയുന്നതും ചേർത്ത് തന്നെ എടുക്കാൻ നോക്കുക. കഥഞ്ചിത് രാക്ഷസ്യ അതിന് പറ്റുന്നില്ല എങ്കിൽ മാത്രം കഥഞ്ചിത് രാക്ഷസ്യ എന്നെടുക്കുക. അതുപോലെ ബാലഹ്ന്യ അതുമൊക്കെ ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ അടുത്ത ഹരേരനുഗ്രഹാന്നൂന മനശ്ചോപരി അത് അത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഹരേഹെ അനുഗ്രഹാത് നൂനം അനഹ ച ഉപരിയാണ്. ഇത് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് 25-ാമത്തെ ശ്ലോകമാണ്. ചക്രവാതേന നീതോയം ദൈത്യേന വിപദം വിയത് ശിലായാം പതിതസ്തത്ര പരിത്രാതഃ സുരേശ്വരൈ. ചക്രവാതേന നീതോയം, ചക്രവാതേന, ചക്രവാതം എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ്, ചുഴലിക്കാറ്റായി വന്ന ആ അസുരനും നീതോയം, അയം നീതഃ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നീതോയം. അയം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണി, നീതഃ എന്ന് പറഞ്ഞാൽ നയിക്കപ്പെട്ടു. ആ കൊടുങ്കാറ്റായിട്ട് വന്ന അസുരനും ഈ ഉണ്ണിയെ എടുത്തുകൊണ്ട് പോയതാ അല്ലേ. ഉണ്ണിയെ എങ്ങോട്ടാ? അസുരൻ്റെ വഴിക്ക് നയിച്ചു കൊണ്ടുപോയി. ഉണ്ണിയാകട്ടെ ഉണ്ണിയുടെ വഴിക്ക് തിരികെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അല്ലേ. നമ്മളൊക്കെ നമ്മുടെ വഴിക്ക് ഭഗവാനെ കൊണ്ടുപോകാൻ നോക്കും, ഭഗവാനെ അങ്ങോട്ട് ഭഗവാനെ മുറുക്കെ പിടിച്ച് നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണേ, നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചു തരണേ ഭഗവാനെ എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ വന്ന് ഭഗവാന്റെ നിശ്ചയങ്ങൾ നടപ്പിലാക്കിയിട്ട് ഇതാണ് ഉണ്ണി നിനക്ക് നല്ലത് എന്ന് നമ്മളോട് പറയും അല്ലേ. ഇവിടെ ആ ചുഴലിക്കാറ്റായി വന്ന, കൊടുങ്കാറ്റായി വന്ന ആ അസുരനും ഉണ്ണിയെ തൻ്റെ വഴിക്ക് നയിച്ചു കൊണ്ടുപോയി. ഈ കൃഷ്ണൻ ഉണ്ണിയെ കൊണ്ടുപോയതാണ്. ദൈത്യേന വിപദം വിയത്, ദൈത്യേന അസുരനാൽ, വിപദം, വിപദം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് പക്ഷികളുടെ സ്ഥാനമായത് എന്നുള്ളതാണ്. അതെവിടെയാണ്? വിയത്ത്, ആകാശം, അതായത് ഉയർത്തി അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോയതാണ് ഈ ഉണ്ണിയെ. ശിലായാം പതിതസ്തത്ര പരിത്രാതഃ സുരേശ്വരൈ. ശിലായാം കല്ലിന്മേലെ, ശിലകളിൽ, പതിതസ്തത്ര പതിതഃ വന്ന് വീഴുകയും ചെയ്തു. തത്ര എന്ന് പറഞ്ഞാൽ അവിടെയും, പരിത്രാതഃ സുരേശ്വരൈ, പരിത്രാതഃ സുരേശ്വരൈ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പരിത്രാതഃ സുരേശ്വരൈ. പരിത്രാത എന്ന് പറഞ്ഞാൽ കാത്തുരക്ഷിച്ചത്, സുരേശ്വരൈ ആ ദൈവം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് ഈ ഉണ്ണിയെ കാത്തുരക്ഷിച്ചത്. നോക്കൂ, ഈ ഉണ്ണിയെ പൊക്കിയെടുത്തുകൊണ്ട് പോയതല്ലേ. നോക്കൂ, ഉപേന്ദ്രൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തൻ്റെ അനുഭവ കഥ, തൻ്റെ ജീവിത വഴികളിൽ താൻ കണ്ടുവന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ്
താൻ ഇങ്ങനെ ഒരു ഉപായം പറഞ്ഞതിൽ, അതായത് ബൃഹദ്വനത്തിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ ആ ഒരു ഉപായത്തെ സാധൂകരിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പറയുവാണ് ഇവിടെ ആ കൊടുങ്കാറ്റായി വന്ന അസുരനും ഈ ഉണ്ണിയെ നയിച്ചുകൊണ്ട് പോയില്ലേ, പക്ഷെ ആ ഭഗവാൻ ഈശ്വരൻ്റെ, നമ്മൾ വിളിക്കുന്ന സുരേശ്വര എന്നാണ് പറഞ്ഞെന്ന്, സർവ്വദൈവങ്ങളാലും എല്ലാ ദേവതകളും പ്രസാദിച്ചത് കൊണ്ടാണ്, അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഉണ്ണിയെ തിരിച്ച് നമുക്ക് കിട്ടിയത്. അത് നേരെ വന്ന് കല്ലിലടിച്ച് വീഴുകയും അങ്ങനെ ഈ ഉണ്ണി ആ അസുരനിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും ചെയ്തത്. ഇങ്ങനെ അതായത് ഓരോന്നിങ്ങനെ എണ്ണി പറയുന്നത് എത്രയെത്ര ആപത്തുകളാണ് വന്നത്, അല്ലെങ്കിൽ താൻ എന്തുകൊണ്ടാണ് ഈ ബൃഹദ്വനത്തിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് പോകണമെന്ന് പറയുന്നത് എന്ന് ആ ഗോപൻ വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ചക്രവാതേന നീതോയം ദൈത്യേന വിപദം വിയത് ശിലായാം പതിതസ്തത്ര പരിത്രാതഃ സുരേശ്വരൈ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നീതോയം, അവിടെ ഉകാരം നീട്ടിയെടുക്കുക. അതുപോലെ പതിതസ്തത്ര, സ ജോയിൻ ചെയ്യാൻ വന്നതാണ്, അപ്പോൾ അത് വായിക്കുമ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ പരിത്രാതഃ വിസർഗമുണ്ട്, സുരേശ്വരൈ അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇനി അടുത്തത് 26ാമത്തെ ശ്ലോകമാണ്. യന്നമ്രിയേതദ്രുമയോരന്തരം പ്രാപ്യ ബാലകാ അസാവന്യതമോ വാപി തദപ്യച്യുതരക്ഷണം. ഇനി പറയാ, യന്നമ്രിയേത ദ്രുമയോരന്തരം പ്രാപ്യ ബാലകാ. യത് നമ്രിയേത, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് യന്നമ്രിയേത. അപ്പോൾ യത് ന മ്രിയേത, യത് എന്ന് പറഞ്ഞാൽ യാതൊന്നാണോ, ന മ്രിയേത, മ്രിയേത മരിച്ചില്ല എന്ന, ദ്രുമയോരന്തരം പ്രാപ്യ ബാലകഃ, ദ്രുമയോഹോ ദ്രുമങ്ങളുടെ, അതായത് മരങ്ങളുടെ, ദ്രുമയോരന്തരം, ദ്രുമയോഹോ അന്തരം, ഇങ്ങനെ 2 വാക്കുകളാണ് അവിടെ. ദ്രുമയോരന്തരം, അന്തരം എന്ന് പറഞ്ഞാൽ അകത്ത്, ആ വൃക്ഷങ്ങളുടെ നടുക്കുകൂടി കടന്നുപോയിട്ടും ഈ ഉണ്ണികൾ മരിച്ചില്ല എന്നത്. പ്രാപ്യ ബാലകഃ, ബാലകഃ എന്ന് പറഞ്ഞാൽ ഈ ബാലൻ, ഈ ഉണ്ണി, ഈ കൃഷ്ണനുണ്ണി, പ്രാപ്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട്, അതായത് ഈ മരങ്ങളുടെ നടുക്ക് ഭാഗത്തുകൂടി ഉള്ളിലേക്ക് കയറിയിട്ടും ഈ ഉണ്ണി മരിച്ചില്ല എന്നത്. അസാവന്യതമോ വാപി തദപ്യച്യുതരക്ഷണം. അസൗ, അസാവന്യതമോ, അസൗ അന്യതമഃ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. അസാവന്യതമോ, അസൗ എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണി, അന്യതമഃ, അപ്പോൾ ഈ കുട്ടിയായിരുന്നാലും അന്യതമഃ വേറൊരു കുട്ടിയായിരുന്നാലും ഇതേപോലെ ഈ വൃക്ഷങ്ങളുടെ നടുക്കൊക്കെ കൂടി കയറിയിട്ട് വൃക്ഷങ്ങൾ 2ഉം കടപുഴകി വീണിട്ടും മരിച്ചിട്ടില്ല എന്നുള്ളത്. തദപ്യ അച്യുതരക്ഷണം, തത് അപി അച്യുതരക്ഷണം, തത് അത്, അപി എന്ന് പറഞ്ഞാൽ ഇവിടെ അതും എന്നുള്ള, തത് അപി അതും അച്യുതരക്ഷണം, അത് ആ അച്യുതനാൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ്, ഈശ്വരനാൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഈ കൃഷ്ണനുണ്ണിയാണ് ഈ മരങ്ങളുടെ ഇടയ്ക്കൂടി ആ ഉരലും വലിച്ചുകൊണ്ട് പോയി വൃക്ഷങ്ങളെല്ലാം വീഴുകയും ചെയ്തു. എന്നാൽ ഉണ്ണിയെ അതിശയകരമായിട്ട് ഒരാപത്തും കൂടാതെ നമുക്ക് കാണുവാനും കഴിഞ്ഞു. അവിടെ ആ ഉണ്ണിയുടെ ദേഹത്ത് വൃക്ഷങ്ങൾ വീണില്ല എന്നുള്ളതും ഉണ്ണി മരിച്ചില്ല എന്നുള്ളതും അത് ആ അച്യുതൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി ഒന്നുകൂടി പറഞ്ഞു, ഈ ഉണ്ണിയുടെ കാര്യത്തിൽ നമ്മൾ കൺമുമ്പിൽ കണ്ട കഥകൾ ഇതാണ്. ഇനി ഉണ്ണിയുടെ സ്ഥാനത്ത് വേറെ ഒരു കുട്ടിയായിരുന്നാലും
ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് ആ അച്യുതൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്, അച്യുതൻ രക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ പല പല ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയുകയാണ് ആ ഉപേന്ദ്രൻ. നോക്കൂ, ഇങ്ങനെയുള്ള ആപത്തുകൾ നിറഞ്ഞിരിക്കുന്ന ഈ ഗോകുലത്തിൽ ഇനിയും നിൽക്കണോ എന്ന് പരോക്ഷമായി മറ്റുള്ള ഗോപന്മാരോട് ചോദിക്കുകയാണ്. നമ്മൾ എത്രയാണ് ദിനം പ്രതി ഇങ്ങനെ മനപ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉണ്ണികളുടെ നേരെ എത്രയാണ് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യന്നമ്രിയേത ദ്രുമയോരന്തരം പ്രാപ്യ ബാലകാ അസാവന്യതമോ വാപി തദപ്യച്യുതരക്ഷണം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യന്നമ്രിയേത, അത് ഒന്ന് ന കൂട്ടക്ഷരമാണ്, രണ്ട് മ്രിയേത മരിച്ചിട്ടില്ല എന്ന്, നമ്രിയേത മരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം, അക്ഷരങ്ങൾ തെറ്റാതെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് ദ്രുമയോരന്തരം, ദ്രുമയോഹോ വൃക്ഷങ്ങളുടെ അന്തരം, ഉള്ളിലൂടെ, അവിടെ രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ദ്രുമയോരന്തരം പ്രാപ്യ ബാലകാ, അവിടെയും ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് അസാവന്യതമോ വാപി, അസൗ അന്യതമോ ആണ്, അവിടെ പദം പിരിക്കേണ്ട, അസാവന്യതമോ, വായിക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ തദപ്യച്യുതരക്ഷണം, തദ അപി അച്യുതരക്ഷണം, അതുകൊണ്ട് തദപ്യച്യുത, പ്യായ്ക്ക് അകാരം കൊടുക്കുക, അച്യുതരക്ഷണമാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 27ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.